ഹലോ, മെലോഡിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബെൻസി. കഴിഞ്ഞ ദിവസം ഞാൻ ചെടിയൊക്കെ കുറച്ച് വാങ്ങിയതും അതിനുശേഷം അതൊക്കെ നട്ടതും ഒക്കെ ആയിട്ട് കുറെ കാണിച്ചിരുന്നല്ലോ. അപ്പൊ നമ്മുടെ ചെടികളൊക്കെ ഉഷാറായിട്ട് വളരുന്നുണ്ട്. റോസയ്ക്കകത്തെല്ലാം നല്ല പുതിയ പുതിയ മുട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ജൈവവളം ഉണ്ടല്ലോ, കമ്പോസ്റ്റ്, അതാണ് ഇതിൽ മിക്സ് ചെയ്തിരിക്കുന്നത് കൂടുതലും. അപ്പോ അതിനകത്ത് കിടക്കുന്ന അരികളെല്ലാം കിളിർത്ത് എന്തൊക്കെയാണെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. പടർന്നു പോകുന്നുണ്ട്. എന്റെ 90% ഞാൻ ചിന്തിക്കുന്നത് ഇത് തണ്ണിമത്തനാണോ എന്നൊരു സംശയം ഇല്ലാതില്ല. കാരണം കൂടുതൽ മേടിക്കുന്നത് തണ്ണിമത്തനാണ്. ഇത് എന്തിന്റെയും തൈയാണോ അതോ വെറും പാഴ്ചെടിയാണോ അതും എനിക്കറിയില്ല. വളർന്നു വരുന്ന കണ്ടിട്ട് ഞാൻ അതിനെയും നിർത്തിയിട്ടുണ്ട്. പറിച്ചു കളയാനൊരു വിഷമം. എന്തായാലും നിക്കട്ടെ, നമുക്ക് നോക്കാം എന്താണെന്ന്. എല്ലാത്തിലും പടർന്നു പോകുന്ന തൈകളാണ്. ആ, മത്തനും കുമ്പളത്തിനും ഒക്കെ അതിൻ്റെതായിട്ടുള്ള ഒരു മണം വരാറുണ്ട്. പക്ഷെ ഇതിന് മണമൊന്നും അത്ര അങ്ങോട്ട് എടുത്തറിയുന്നില്ല. നമ്മുടെ ബോഗൻവില്ലയൊക്കെ പൂക്കളൊക്കെ പോയി. അത് ഇപ്പൊ ഞാൻ ക്രോപ്പ് ചെയ്ത് വിട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഈ പടർന്നു വരുന്ന തൈകളായതുകൊണ്ട് ഞാൻ അവിടെ ഇവിടെയൊക്കെ കയറ് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. പടർന്നു പോന്നെങ്കിൽ പോകട്ടെ. നമ്മുടെ ഹാങ്ങിങ് ബോട്ടിൽ പോലും പടർന്നു പിടിക്കുന്നു എന്നുള്ളതാണ് സത്യം. എന്തായാലും നോക്കട്ടെ, എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. എന്തെങ്കിലും കാകളോ എന്തെങ്കിലും വരുന്നോ എന്ന് നോക്കാം. പക്ഷെ ഭയങ്കരമായിട്ട് അങ്ങ് പടർന്നു പോകുന്നുണ്ട്. ഇതുവരെ അതിനകത്ത് ഒരു പൂ വരുന്നുണ്ട്, പക്ഷെ കായൊന്നും ഇതുവരെയും ആയിട്ടില്ല. ഞാൻ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യും. എന്നിട്ടും ഭയങ്കരമായിട്ട് ഇങ്ങനെ പടർന്നു പോകുന്നേ ഉള്ളൂ. ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ പിഴുത് കളയും കേട്ടോ. നിർത്തിയിട്ടും കാര്യമില്ലല്ലോ. ഞാൻ നിങ്ങളെ ഒരു കാര്യം പരിചയപ്പെടുത്താം. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ യൂസ് ചെയ്ത് 100% സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള സംഭവങ്ങളെ നിങ്ങളടുത്ത് പറയാറുള്ളൂ. ഇതൊരു സ്പോഞ്ചാണ്. പലരും ഇത് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ കുറെ റിവ്യൂ ഒക്കെ നോക്കി മേടിച്ചതാണ് കേട്ടോ. കിടിലൻ സാധനം എന്ന് പറഞ്ഞാല് കിടിലൻ സാധനം. ഇത് ടൈലാണ്. ഈ നല്ല ഗ്ലോസി ആയിട്ടുള്ള ടൈലില് പോകാൻ ഇത്തിരി പാടാണ്. ഇതുപോലുള്ളതിനകത്ത് നല്ല ഫൈനായിട്ട് അഴുക്ക് പോകും കേട്ടോ. സാധാരണ ഞാൻ അച്ചാറിടുന്ന സ്പേസ് ആണിത്. അപ്പൊ ഇവിടെ ഈ പാത്രങ്ങളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുമ്പോഴും വലിക്കുമ്പോഴും ക്ലീനിങ് ഓരോന്നൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ കറുത്ത പാടുകളും അഴുക്കും ഒക്കെ പിടിക്കാറുണ്ട്. ഞാൻ സാധാരണ സ്ക്രബ് വെച്ച് ഉരച്ച് കഴുകി ഇറക്കുവാണ്. പക്ഷെ ഇത് വെച്ച് ചെയ്തപ്പോൾ നല്ല ഫൈനായിട്ട് പോയി. അതുപോലെ തന്നെ നമ്മുടെ ഭിത്തി ഉണ്ടല്ലോ, അതിനകത്തൊന്ന് നോക്കിക്കേ, നിങ്ങൾ അന്തം വിട്ടുപോകും. എന്ത് നന്നായിട്ടാ ക്ലീൻ ആവുന്നേന്ന്. ഞാനിപ്പോ എന്റെ മുറിയിൽ നമ്മൾ എത്രയൊക്കെയാണേലും കൈ പിടിച്ച സ്ഥലമൊക്കെ, പ്രത്യേകിച്ച് നമ്മുടെ സ്വിച്ച് ബോർഡിന്റെ സൈഡിലൊക്കെ എന്ത് വൃത്തിയായിട്ടാണെന്നോ ക്ലീൻ ആവുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഗ്ലോസി ആയിട്ടുള്ള ടൈലില് വലിയ റിസൾട്ട് അങ്ങോട്ട് എനിക്ക് കാണുന്നില്ല. ബാത്റൂം ടൈലിലൊക്കെ നമ്മുടെ ഉണ്ടല്ലോ, അവിടെയൊക്കെ ഇത് വെച്ച് ചെയ്തിട്ട് കുറച്ച് കൂടുതൽ പ്രസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇതുപോലെ അങ്ങോട്ട് ഫൈനായിട്ട് പോകുന്നില്ല. പക്ഷെ നമ്മുടെ സാധാ ഭിത്തിയിലും മറ്റേ ടൈലിലും ഒക്കെ അയ്യോ, എനിക്ക് വിശ്വസിക്കാൻ പോലും വയ്യ, അത്രയ്ക്ക് ക്ലീൻ ആവുന്നുണ്ട്. ഇവിടെ മൊത്തവും അഴുക്കായിരുന്നു. കാരണം ഞാൻ ഈ വർക്ക് ഏരിയ കിച്ചണിലോട്ട് കയറുകയും കിച്ചണിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇവിടെ പിടിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള എത്രയൊക്കെയാണെങ്കിലും അവിടെ പലപ്പോഴാകുമ്പോ അങ്ങനെ അഴുക്ക് പറ്റുമല്ലോ. അതുകൊണ്ട് ഇപ്പൊ എന്റെ ഇതെന്ന് വെച്ചാല് എപ്പോഴും ഓരോരുത്തടത്തും ഈ സ്പോഞ്ച് വെച്ചിരിക്കും. ഞാൻ 5 എണ്ണമാണ് മേടിച്ചത്. എവിടെ ഇച്ചിരി അഴുക്ക് കാണുന്നോ അന്നേരെ തുടയ്ക്കുക, ക്ലീൻ ചെയ്യും. ഇത് കഴുകി നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അതാണ് ഞാൻ ആദ്യം ആ സ്പോഞ്ച് കാണിച്ചപ്പോൾ അതിനകത്ത് അഴുക്കിരുന്നത്. കാരണം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാ. ആ തറ കണ്ടില്ലേ കിടക്കുന്നത്. അങ്ങനെയുള്ള ടൈലിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ് പോവാൻ. മറ്റതിനകത്ത് നല്ല വൃത്തിയായിട്ട് പോയി കേട്ടോ. അപ്പോ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്ന ഒരു കുഞ്ഞു വ്ളോഗാണ്. ഞാൻ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. കാരണം നിങ്ങൾക്കുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കണം. ഇനിയിപ്പോ ഈസ്റ്റർ വരുന്നു. എനിക്കറിയാം, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, സാമ്പാർ മസാല എല്ലാം നിങ്ങൾക്ക് വേണം. അതെല്ലാം റെഡിയാക്കണ്ടേ. ഞാനാന്ന് ഒത്തിരി ഒന്നും ചെയ്ത് വെക്കാറില്ല. നിങ്ങളുടെ എപ്പോഴും പറയാറുണ്ടല്ലോ, ഈ ചിക്കൻ മസാല, സാമ്പാർ മസാലയൊക്കെ ഓരോ ആഴ്ചയും ഇവിടുന്ന് ഫ്രഷ് ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇതൊക്കെ നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി ഒക്കെ എപ്പോഴും കുറച്ച് സ്റ്റോക്ക് ഇപ്പൊ കൂടുതൽ എടുത്ത് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ നമ്മുടെ പുട്ടുപൊടിക്ക്. സാധാ പുട്ടുപൊടി, പുഞ്ച പുട്ടുപൊടി, റാഗി പുട്ടുപൊടി, ചോള പുട്ടുപൊടി, റാഗി പുട്ടുപൊടിയല്ല റാഗിപ്പൊടി, ചോളം പുട്ടുപൊടി, പിന്നെ ചമ്പ പുട്ടുപൊടി, ചമ്പ അപ്പം ഇടിയപ്പം പൊടി, സാധാ അപ്പം ഇടിയപ്പം പൊടി, മില്ലറ്റ് മിക്സ്, ഇങ്ങനെയുള്ള എല്ലാ ഐറ്റംസും കൂടുതലും കേരളത്തിന് പുറത്തോട്ട് സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട്. നമുക്ക് നല്ല സോഫ്റ്റ് ഇടിയപ്പവും അതുപോലെ തന്നെ പുട്ടും അതുപോലെ തന്നെ കുളക്കട്ടയൊക്കെ ഉണ്ടാക്കാനാണെങ്കിലും നല്ല പൊടികളാണ് കേട്ടോ. മടങ്ങിയിട്ടില്ലാത്തവര് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പൊ ഞാന് കഴിഞ്ഞ ദിവസം നമ്മള് തൃശ്ശൂർ പോയ ഒരു വീഡിയോ ഇട്ടില്ലായിരുന്നോ?
നമ്മുടെ സാധനങ്ങൾ ഒരു മെഷീനൊക്കെ നോക്കാനായിട്ട്. അപ്പോൾ 1-2 പേര് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടു, കോയമ്പത്തൂരൊക്കെ നല്ലത് കിട്ടുമല്ലോ. ശരിയാണ്, കോയമ്പത്തൂർ ഒരുമാതിരിപ്പെട്ട മില്ലുകളിലൊക്കെ കോയമ്പത്തൂർ നിന്നാണ് സാധനം എടുത്തു വെച്ചിരിക്കുന്നത്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒത്തിരി സാധനം ഒന്നും വേണ്ട. നമ്മുടെ ആവശ്യത്തിനുള്ള ഒരെണ്ണം മതി. അത് നമുക്ക് സർവീസും നല്ലതായിരിക്കണം. ഇപ്പം കോയമ്പത്തൂർ നിന്നൊക്കെ ഒരു മെഷീൻ മേടിച്ചാൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വിളിച്ചാൽ അവരുടെ കസ്റ്റമർ കെയർ എങ്ങനെ, സർവീസ് എങ്ങനെ എന്നൊന്നും നമുക്ക് അറിയില്ല. അപ്പൊ ഇതാവുമ്പോൾ നമുക്ക് സർവീസും നന്നായിട്ട് കിട്ടും. അങ്ങനെയാണ് തൃശ്ശൂർ പൈലറ്റ് സ്മിത്തിൽ നിന്നാണ് പോയി എടുത്തത് കേട്ടോ. ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിരുന്നു അവരുടെ ഓഫീസും അവരുടെ ഫാക്ടറി പ്ലാന്റ് വേറെയാണ്. അത്യാവശ്യമുള്ള കുറച്ച് മെഷീനെ ഞങ്ങൾ പോയെടുത്തുള്ളായിരുന്നു. ഞങ്ങൾക്ക് വേണ്ട മെഷീൻ അവിടെ കണ്ടു, അത് ഓർഡർ ചെയ്തിട്ടാണ് വന്നത്. അപ്പൊ അവര് രാവിലെ വിളിച്ചപ്പോ ഇറക്കാൻ ഒരാളൂടെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇറക്കാന്ന് പറഞ്ഞു. ഞങ്ങൾ വിചാരിച്ചു ആ പുള്ളിക്കാരനെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമെന്നെങ്കിലും ജോസാന്റെ കസിൻ എബിയെയും വിളിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് അങ്ങോട്ട്. പക്ഷേ പുള്ളി വണ്ടി നിറക്കി വെക്കത്തേ ഉള്ളൂ, ബാക്കിയുള്ള സർവീസ് അവർക്ക് ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരുടെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഉരുട്ടി അടുക്കള വശത്ത് നമ്മുടെ വർക്ക് ഏരിയയിലാണ് തൽക്കാലത്തേക്ക് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എല്ലാം കൂടെ വെക്കാൻ സ്ഥലം തികയുന്നില്ല. നമ്മുടെ മെഷീനുകളായാലും അച്ചാറിന്റെ സീലിംഗ് മെഷീൻ ആയാലും ഇൻഡക്ഷൻ സീലിംഗ് ആയാലും അതിന്റെ ജാറുകൾ ഡബ്ബകൾ എല്ലാം കൂടെ പലയിടത്തായിട്ട് ഇരിക്കുവാണ് കേട്ടോ. പെരക്കകത്ത് എവിടെ നോക്കിയാലും സാധനങ്ങളാണ് കേട്ടോ. എങ്ങോട്ട് തിരിഞ്ഞാലും ഡബ്ബ, സ്റ്റോക്ക്. ഓരോ ദിവസവും ചെയ്യുന്ന, ഇന്നിപ്പോ ചിക്കൻ മസാല ചെയ്യുവാണെങ്കിൽ 2 ദിവസം ഈ വീട്ടിൽ തന്നെ ആയിരിക്കും, അതിനുശേഷമാണ് കടയിലോട്ട് കൊണ്ടുവെക്കുന്നത്. ഇവിടെ തന്നെയാണ് പാക്കിംഗ് എല്ലാം നടക്കുന്നത്. എല്ലാ സാധനവും കൂടെ വീട്ടിൽ നിന്ന് തിരികെ സ്ഥലമില്ലെന്ന് പറയുന്നതാവും ശരി. അപ്പം ഒരു സ്പെഷ്യൽ സ്പേസ് ഇതിനു വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ ഒന്നാമത് ഇത്ര സ്ഥലമേ ഉള്ളല്ലോ, ഉള്ളിടത്തെല്ലാം ഓരോ അറേഞ്ച്മെന്റ്സ് ആണല്ലോ. അപ്പൊ ഒരു സ്പെഷ്യൽ ഷെഡ് പോലെ കാണാം ചെയ്തിട്ട് എല്ലാ സാധനങ്ങളും അതിനകത്ത് സേഫ് ആയിട്ട് വെച്ച് എന്റെ ഒരു സാമ്രാജ്യം അങ്ങനെ ആക്കണം എന്ന് ആഗ്രഹിക്കുന്നു. അതിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഓരോ വിഷയവും ഇങ്ങനെ മനസ്സിൽ വരുമ്പോൾ മെഷീന്റെ ആയാലും ആഗ്രഹിച്ചപ്പോൾ തന്നെ പ്രാർത്ഥിച്ചു തുടങ്ങിയതാണ് കേട്ടോ. നമുക്ക് നല്ലതായിട്ട് ഒരെണ്ണം കിട്ടണം, അങ്ങനെ പ്രാർത്ഥിച്ച് നമ്മൾ തന്നെ തീരുമാനമെടുത്ത് നമ്മൾ വാങ്ങിയ ഒരു മെഷീനാണ്. അതുപോലെ എല്ലാ കാര്യങ്ങളും ഇതുവരെയും ദോഷത്തിനായിട്ടൊന്നും വരുത്തിയിട്ടില്ല കേട്ടോ. ദൈവം എല്ലാം നന്മയ്ക്കായിട്ട് മാത്രമേ വരുത്തിയിട്ടുള്ളൂ. അത് ഞങ്ങളുടെ എക്സ്പീരിയൻസ് ആണ്. എന്തെങ്കിലും പറ. പുതിയ മെഷീൻ്റെ ഓപ്പണിങ് പ്ലാസ്റ്റിക് എല്ലാം കൂടെ ജോസ എന്ത് ഈസി ആയിട്ട് അതിനെ ഇങ്ങോട്ട് നീക്കാൻ ഒറ്റ കൈ കൊണ്ടൊക്കെ. അത് കാറ്റടിച്ച അനങ്ങത്തില്ല. ഇങ്ങോട്ട് വരണം. എന്തൊക്കെ പാക്കിങ്. അത് വന്ന ശേഷം കുറേ ദിവസം കഴിഞ്ഞാണ് ഞങ്ങൾ ഓപ്പൺ ചെയ്തത് കേട്ടോ. കാരണം നല്ല തിരക്കായിരുന്നു മറ്റു പല കാരണങ്ങളാൽ. അപ്പോ ഇന്നത്തെ ദിവസം അത് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടി ഓപ്പൺ ചെയ്തതാണ്. തേങ്ങയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഇളം ചൂടുവെള്ളം തുണിയിൽ മുക്കി തുടച്ച് ഇത് കഴുകരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പം അത് എല്ലാം വൃത്തിയാക്കി അതിന്റെ തുടക്കമാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ മെഷീൻ ഇന്നാദ്യമായിട്ട് ഞങ്ങളിത് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ചമ്മന്തിപ്പൊടിയാണ് ആദ്യം ചെയ്യുന്നത്. കൂടുതലും ചമ്മന്തിപ്പൊടി തന്നെ ആയിരിക്കും. ചമ്മന്തിപ്പൊടി, തേങ്ങ വറക്കുക, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ്. ഇത് പൊക്കിയും താക്കുകയും ചെയ്യാം കേട്ടോ. ഇത് ആദ്യം നമ്മൾ മാനുവലായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിക്കുമെന്ന് അറിയില്ല. ആദ്യമായിട്ടല്ലേ നമ്മളെല്ലാം ചെയ്തിനി പ്രാക്ടീസ് ആവണം. ഇത് തൽക്കാലം പൊക്കി വെച്ചു. ഒന്ന് റെഡി ആയിട്ട് താത്തു കൊടുക്കാം. നമ്മൾ ഇത് മെഷീനാണ്, നമ്മൾ ഇളക്കണ്ട അങ്ങനൊന്നും അല്ല, നമ്മളും ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. ഞാനത് വിശദമായിട്ട് കാണിക്കാം. അപ്പോൾ ഞങ്ങളുടെ മെഷീൻ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ട് ഇതുവരെ ഉണ്ടായിരുന്നു, ഇനി നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് വേണം കേട്ടോ. കുറേ നാളായിട്ട് എല്ലാവരും എൻ്റെ അടുത്ത് പറയുന്നതാണ്, പറ്റുമെന്നുണ്ടെങ്കിൽ മെഷീനിലോട്ടൊക്കെ മാറും, അത്രയും ടൈം കൂടുതൽ കിട്ടുമല്ലോ, കുറച്ചുകൂടി ആശ്വാസം കിട്ടുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം തുടങ്ങട്ടെ.
നമ്മുടെ പരിപാടി. എനിക്കറിയാം ഇത് വാങ്ങിയപ്പോൾ ഞങ്ങൾ സന്തോഷിക്കുന്നത് പോലെ തന്നെ ഈ വീഡിയോ കാണുന്ന ചിലരും ഇപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ടാവും. കാരണം ആദ്യം മുതൽ എന്നെ സപ്പോർട്ട് ചെയ്തവർ, ഇപ്പോഴും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അഡ്വൈസ് തരുന്നവര്, പലരും പറഞ്ഞിട്ടുണ്ട് ബെൻസി ഒരു യൂണിറ്റ് ആയിട്ട് തുടങ്ങിക്കൂടെ, ഇത്രയും നല്ല അച്ചാറുകളും കാര്യങ്ങളും മറ്റുള്ള ജനങ്ങളിലേക്ക് ഒന്ന് എത്തിച്ചൂടെ, കുറച്ചുകൂടി നല്ല രീതിയിൽ ഒന്ന് ചിന്തിച്ചൂടെ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് കേട്ടോ. അവരുടെ അടുത്തൊക്കെ ഞാൻ പറയാറുണ്ട്, ഞാൻ വലിയ രീതിയിലൊന്നും ചിന്തിക്കുന്നില്ല, ഞങ്ങൾക്ക് ജീവിച്ചു പോകാനുള്ളത് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇപ്പൊ തന്നെ അത്യാവശ്യം എവിടെയെങ്കിലും പോകണമെങ്കിൽ പോകാൻ പറ്റുന്നുണ്ട്, പ്രാർത്ഥനകളൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കുറച്ചുകൂടി വലിയ രീതിയിലായാൽ പിന്നെ എനിക്ക് ഇതിനൊന്നും പറ്റത്തില്ല. എന്റെ സ്വന്തം വീട്ടിൽ പോലും പോകാൻ പറ്റില്ല, പ്രയറിന് പോകാൻ പറ്റില്ല, മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും പറ്റില്ല. അതും മാനേജ് ചെയ്യണം, എല്ലാം കൂടി നമ്മളെ കൊണ്ട് പറ്റില്ലല്ലോ. ഇത് ഞങ്ങൾക്ക് ജീവിക്കാനുള്ള ഇത് മതി. അപ്പൊ ഇതിന് കറണ്ടും വേണം, ഗ്യാസും വേണം കേട്ടോ. കാരണം തീ നമ്മുടെ സാധാ ഗ്യാസ് സിലിണ്ടറിലാണ്, മോട്ടോർ കറങ്ങുന്നത് കറണ്ടിലാണ്. അപ്പൊ ആദ്യമായിട്ട് ഞങ്ങള് സംഭവം തുടങ്ങുവാണ്. വണ്ടി 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 നീ അത് കയറിയിരിക്കല്ലേ. ഇത് പൊക്കി നോക്കല്ലേ, അങ്ങ് താഴെ പോവേ. ടീച്ചറൂടെ വേണേ ഇട്, ചുമ്മാ തീ കുറവാ. ലഗേജ് വേണം, ലഗേജ് വേണം. തൽക്കാലം ചൂടാവുന്നില്ലല്ലേ, അടുപ്പ് തന്നെ ആയിരുന്നു. അത് ഉരുളി അല്ലല്ല, ആ തീ കൂട്ടി ഉരുളി ചൂടായി വരണം. ചൂടായി ആ ആയോ, പിന്നെ പുറത്ത് നല്ല ചൂട്. എന്നിട്ട് കരിയാപ്പില ആവില്ലല്ലോ, പിത്തളയാവുണ്ടാന്നോ. എന്നാലും കുഴപ്പമില്ല, ആവിശ്വാസമുണ്ട് ഇല്ലേ ചേച്ചി. ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചാൽ ഇളക്കം ആദ്യം ശരിയായില്ലെങ്കിൽ അടിക്കുവാൻ തുടങ്ങുമായിരുന്നു. ആണോ, ഇങ്ങനെ കറങ്ങുന്നുണ്ടോ? ഇറങ്ങുന്നുണ്ട്, ഞങ്ങൾ കറങ്ങണ്ട, പക്ഷെ ആരോഗ്യം വേണം. പുറത്ത് തെറിച്ച് വീഴല്ലേ. കണ്ടോ യോസ എന്തോ ഒരു ആരോഗ്യം പിടിച്ചേക്കുന്നേന്നു, അതുപോലെ ഞങ്ങൾ പിടിക്കുവോ. എന്നാലും ഇതാ എളുപ്പം തന്നെ. പക്ഷെ സ്ക്രാച്ച് വീഴുമായിരിക്കും. നീളമുള്ള തടിയുടെ തവി മേടിക്കണം, കിട്ടും മേടിക്കാൻ. ഒടിഞ്ഞു പോവും, കട്ടിയുള്ളതമ്മ അവിടെ ചെന്നപ്പോൾ അവിടെ ഇരിക്കുന്ന കണ്ടില്ലയോ അവരുടെ. അതെവിടുന്നാ മേടിച്ചതെന്ന് ചോദിച്ചാൽ മതി, അതിനി ഉണ്ടാക്കിയതാണോ. സലാം 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 സലാം. ഇവിടെ ഫാക്ടറി, ചമ്മന്തിപ്പൊടി ഫാക്ടറി. അപ്പൊ അച്ചാറിന്റെ മെഷീൻ എനിക്ക് വാങ്ങണമെന്ന് താല്പര്യവുമില്ല. അത് കൈകൊണ്ട് ചെയ്യാം. പക്ഷെ ചമ്മന്തിപ്പൊടി, തേങ്ങാ വറുത്തത്, ഇതിനകത്ത് അവലേസ് പൊടിയും ചെയ്യാം. അപ്പോൾ ഇതായിരുന്നു എനിക്ക് മെയിനായിട്ട് വേണ്ടത്. ചമ്മന്തിപ്പൊടി പലപ്പോഴും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. ഇപ്പോൾ സ്ഥിരം നമ്മുടെ ഈ ചമ്മന്തിപ്പൊടിയുണ്ട്, തേങ്ങാ വറുത്തതുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ചെയ്യുന്ന ചമ്മന്തിപ്പൊടിക്കും തേങ്ങാ വറുത്തതിനും ഭയങ്കരമായിട്ട് ആളുകളുണ്ട് കേട്ടോ. ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു ഏകദേശം 1-2 മാസത്തോളം ഞാൻ ഔട്ട് ഓഫ് സ്റ്റോക്ക് വെച്ചു. കാരണം എനിക്ക് എല്ലാത്തിനൂടെ പറ്റുന്നില്ലായിരുന്നു. അന്നേ മനസ്സിൽ ചിന്തിച്ചതാണ് ഇങ്ങനെ ഒരു സംഭവം വാങ്ങണമെന്ന്. ഇതാവുമ്പോൾ സ്റ്റോക്ക് എപ്പോഴും നമുക്ക് സൂക്ഷിക്കാൻ പറ്റുമല്ലോ. അപ്പൊ ചമ്മന്തിപ്പൊടിക്കും തേങ്ങാ വറുത്തതിനും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും പ്രത്യേകിച്ച് ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. നിങ്ങൾ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അപ്പൊ ആദ്യം ഞങ്ങൾ ചെയ്തപ്പോ സാധാരണ പോലെ കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ. പിന്നീട് അതൊരു വറവായി കഴിഞ്ഞപ്പോൾ ഈ നമ്മുടെ മറ്റേ താത്ത് വെക്കുന്ന സാധനം ഉണ്ടല്ലോ, ഇപ്പൊ അത് ഓട്ടോമാറ്റിക് ഇളകിക്കൊണ്ടിരിക്കുന്നേ. അപ്പൊ അത് മതി, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. സംഭവം നല്ലതാണ്.
അതിനുശേഷം ഈ താഴെ ഒരു വാൽവ് പോലെ ഉണ്ടല്ലോ, അതിനകത്തൂടാണ് നമ്മുടെ ഈ വറന്ന ശേഷം അത് വീഴുന്നത്. എനിക്ക് ആദ്യം നന്ദി പറയാനുള്ളത് ദൈവത്തോടും അതിനുശേഷം നിങ്ങളോടുമാണ് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതൊക്കെ വാങ്ങുന്നത്. കാരണം ഞാൻ വെറുതെ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി അല്ലെങ്കിൽ അച്ചാറുകൾ ഉണ്ടാക്കി സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് അത് സെയിൽ ആയില്ല എന്നുണ്ടെങ്കിൽ ഒരു ഗുണവും ഇല്ലല്ലോ. പക്ഷെ നിങ്ങൾ ഓരോ സമയവും നിങ്ങൾ വാങ്ങുന്നു, നല്ല അഭിപ്രായങ്ങൾ പറയുന്നു, സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മുടെ ബിസിനസ് മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് ഒത്തിരി സന്തോഷമുണ്ട്. വിദേശത്തുള്ള പലരും പറയുന്നുണ്ട് ബെൻസി എക്സ്പോർട്ട് ചെയ്തുകൂടെ, ഞങ്ങൾക്കൂടെ ലഭ്യമാക്കിക്കൂടെ എന്ന്. പക്ഷേ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടുമില്ല, അതേക്കുറിച്ചൊന്നും നമുക്ക് വലിയ ഐഡിയയും ഇല്ല. അതുകൊണ്ടാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഞാൻ അവിടെ എത്തിയില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കിയ സാധനങ്ങളെല്ലാം അവിടെ പറന്നെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒത്തിരി സന്തോഷം. നമ്മുടെ ബിസിനസ് ഇത്രയും എത്തിച്ചതിൽ ഉള്ള പങ്ക് നിങ്ങൾക്ക് മാത്രമാണ് കേട്ടോ. അതൊരിക്കലും മറക്കാൻ പറ്റുന്ന ഒന്നല്ല. കുഞ്ഞൊരു വിളിയിൽ നിന്നും തുടങ്ങി ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്നതെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് അങ്ങ് ഡെവലപ്പായി എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വീട്ടമ്മയായ എനിക്ക് ഇത്രയും ചെയ്യാൻ പറ്റിയത് നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ടാണ്. കോവിഡായി, ജോലി പോയി, നാട്ടിൽ വന്നു, എന്ത് ചെയ്യണം, എങ്ങനെ ജീവിക്കണമെന്ന് ചിന്തിച്ച സമയത്ത് ദൈവമായിട്ട് മനസ്സിലൊരു ഐഡിയ തന്നു. അത് നിങ്ങൾ ഏറ്റെടുത്തു. അതാണ് ഏറ്റവും വലിയ സന്തോഷം. ഇത് ചെമ്മീൻ ചമ്മന്തിപ്പൊടിയാണ്. ഞാൻ കഴിഞ്ഞ ഒരു വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടാൻ വേണ്ടി എടുത്തതായിരുന്നു. ആദ്യം 1 കിലോ ചെമ്മീൻ ചമ്മന്തിപ്പൊടി ചെയ്തിട്ട് സ്റ്റാറ്റസ് ഇട്ടു. അന്ന് തന്നെ അത് മൊത്തം പോയി. ഇപ്പൊ ഡെയിലി ഇവിടുന്ന് ചെമ്മീൻ ചമ്മന്തിപ്പൊടിയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് വിശേഷങ്ങള്. കുറെ പറയാനുണ്ട് കേട്ടോ. പക്ഷെ എന്താണ്, ആ ഒരു എന്തൊക്കെ പറയണം പറയേണ്ടതൊന്നും അറിയാൻ വയ്യാത്തൊരു അവസ്ഥയാണിപ്പോ. അപ്പൊ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒന്നുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത വ്ലോഗിൽ ഉടൻ കാണാം. ബൈ. ഗോഡ് ബ്ലസ് യു.